നമസ്കാരം. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട റിവിഷനാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലൂടെ നമ്മൾ പഠിച്ചു പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ റിവിഷന്റെ ഭാഗമാവുക. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസോ അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന സിലബസിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്ത് പോവാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമായി നൽകിയിരിക്കുന്നത്? ഓക്കെ, ഏതാണ്? നമുക്കറിയില്ലേ, നമ്മുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ ഭരണഘടന ലിഖിത ഭരണഘടനയാണ് അല്ലെ, അതായത് എഴുതപ്പെട്ട ഭരണഘടനയാണ്. അപ്പൊ ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, അതുപോലെ തന്നെ എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്, അതായത് അലിഖിത ഭരണഘടനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഇന്ത്യയാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയാണ്. എന്നാൽ യുണൈറ്റഡ് കിങ്ഡം, UK, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, അവരുടെയൊക്കെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. അഥവാ അതിന് വിളിക്കുന്ന പേരെന്താണ്? അലിഖിത ഭരണഘടനയാണ്. എന്താണ്? അലിഖിത ഭരണഘടന. ഓക്കെ, അതായത് നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം അനുസരിച്ചിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. അവിടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ലിഖിത ഭരണഘടനയാണ്, അതായത് എഴുതപ്പെട്ട ഭരണഘടനയാണ്. എന്നാൽ UK, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഓർത്തു വെച്ചേക്കണേ, UK, ന്യൂസിലാൻഡ്, ഈ രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എഴുതപ്പെടാത്തതാണ്, അതായത് അലിഖിത ഭരണഘടനയാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഭരണഘടനയുടെ സ്വഭാവം അനുസരിച്ചിട്ട് എങ്ങനെ തരംതിരിക്കാം? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഭരണഘടനയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേതാണ്? ലിഖിതവും അതുപോലെ തന്നെ അലിഖിതവും. മനസ്സിലാക്കി വെച്ചേക്കാം, ഇതൊക്കെ നമ്മുടെ SCRT ഫാക്ടുകളാണ്. ഭരണഘടന അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. നമ്മുടെ രാജ്യത്തിൻ്റെത് എന്താണ്? ലിഖിത ഭരണഘടനയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം? ഏതാണ്? നമ്മളിപ്പോ രണ്ടെണ്ണം പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? UK ഉണ്ട്, അതുപോലെ തന്നെ ന്യൂസിലാൻഡും. അപ്പൊ ഇതിൽ ഓപ്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം അഥവാ UK, അതാണ് അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയെ മാറ്റം വരുത്തുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ തരംതിരിക്കാം? ഓക്കെ, അതായത് ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് അതിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ദൃഢമായതും അയവുള്ളതും. ഓക്കെ, അതായത് റിജിഡ് ആയിട്ടുള്ളതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും. അതാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഭരണഘടനയിൽ അതിൽ മാറ്റം വരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? ദൃഢമായതും അതുപോലെ തന്നെ അയവുള്ളതും അല്ലെ. ദൃഢമായത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഭരണഘടനയിൽ ഓൾറെഡി തയ്യാറാക്കിയ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറിലൂടെ അത് കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അയവുള്ള ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അവിടെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഭരണഘടനയിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? മനസ്സിലാക്കുക, ഭരണഘടന അതിന്റെ മാറ്റം വരുത്തുന്നതിനനുസരിച്ചിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ദൃഢമായതും അതുപോലെ തന്നെ അയവുള്ളതും. ദൃഢമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാലേ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടും, അതായത് വളരെ ദൃഢമായിട്ടുള്ളതാണ്, റിജിഡ് ആയിട്ടുള്ളതാണ്, അതിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും എളുപ്പത്തിൽ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ. ദൃഢമായതിന് എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദൃഢമായ ഭരണഘടനയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന ഏതിന് എക്സാമ്പിൾ ആണ്? ദൃഢമായ ഭരണഘടനയ്ക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ അവരുടെ ഭരണഘടനയും എന്താണ്? ദൃഢമായ ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. എന്നാൽ അയവുള്ള ഭരണഘടനയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഒന്ന് ഓർത്തു വെച്ചേക്കാം, UK യും അതുപോലെ തന്നെ ന്യൂസിലാൻഡ്
UK, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്. ഇവരുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്, അയവുള്ളതാണെന്ന് പറയാനായിട്ട് പറ്റും. ഒന്ന് ഓർത്തു വെക്കുക. ദൃഢമായ ഭരണഘടനയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ അമേരിക്കൻ ഐക്യനാടുകളുടെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടേതൊക്കെ ഭരണഘടന എന്ന് പറയുന്നത് ദൃഢമായ ഭരണഘടനയാണ്. എന്നാൽ UK, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, അവരുടെയൊക്കെ ഭരണഘടന എങ്ങനെയുള്ളതാണ്? ഫ്ലെക്സിബിൾ ആണ്, അയവുള്ള ഭരണഘടനയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി. അല്ലെ, എല്ലാവർക്കും കിട്ടുന്ന ഒരു ആൻസർ ആണ്. ആരാണത്? MN റോയി ആണ് അല്ലെ. അപ്പൊ MN റോയി ആണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് പറയുന്നത്. ആരാണ്? MN റോയി ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്ന തീയതി. എന്നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത്? എന്നാണ്? 1946 ഡിസംബർ 9 അല്ലെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1946 ഡിസംബർ 6 ഡിസംബർ 6 രൂപീകരിക്കുകയും ഡിസംബർ 9 അതിന്റെ ഫസ്റ്റ് യോഗം നടക്കുന്നത്. ഓക്കെ, 6, 9 ഓർത്ത് വെച്ചേക്കണം കേട്ടോ, മാറരുത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6 എന്നാൽ അതിന്റെ ആദ്യ യോഗം നടക്കുന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആര്? ആരാണ് സ്ഥിര അധ്യക്ഷൻ എന്ന് പറയുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമുക്കറിയാം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതാരാണ്? അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ സ്ഥിര അധ്യക്ഷനായിട്ട് ആരെയാണ് നിയമിച്ചിട്ടുള്ളത്? അത് രാജേന്ദ്ര പ്രസാദ് ആണ്. മാറിപ്പോകാതെ പഠിക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതാരാണ്? അത് സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ സ്ഥിര അധ്യക്ഷനായിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലക്ഷ്യപ്രമേയം, ഭരണഘടനയില് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ആമുഖമായിട്ട് മാറിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതാരാണ്? നെഹ്റു ആണ്. ഇനി എന്നാണ് ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. 1946 ഡിസംബർ 13 എന്നാണ്. 1946 ഡിസംബർ 13. 1947 ജനുവരി 22 ഈ ഒരു ലക്ഷ്യപ്രമേയത്തിന് അംഗീകാരം കിട്ടുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. നമ്മൾ പറഞ്ഞു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നെഹ്റു ആണ്. 1946 ഡിസംബർ 13 ഡിസംബർ 13 അതിന് പിന്നീട് അംഗീകാരം കിട്ടുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? 47 ജനുവരി 22 എന്നാണ്. 47 ജനുവരി 22. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. എത്ര പേരായിരുന്നു? 389 പേരാണ്. 389 പേരായിരുന്നു ടോട്ടൽ അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര്? ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ഭരണഘടനയ്ക്ക് അംഗീകാരം കിട്ടുന്നത് എന്നായിരുന്നു? അത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത് എന്നാണ്? 49 നവംബർ 26. നമുക്കറിയാം നവംബർ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേശീയ നിയമ ദിനമാണ് അല്ലെ. ദേശീയ നിയമ ദിനമാണ് എന്തെന്ന് പറയുന്നത്?
നവംബർ 26 എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഭരണഘടനയ്ക്ക് അംഗീകാരം കിട്ടിയ ഡേറ്റ് ആണ് അല്ലെ 1949 നവംബർ 26-നാണ് അതിന് അംഗീകാരം കിട്ടുന്നത്. അതിൻ പ്രകാരം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? 1950 ജനുവരി 26 ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞു. എന്നാണത്? നവംബർ 26. നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച തീയതി. എന്നാണ് നമ്മുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? 1947 ജൂലൈ 22. പഠിച്ചു വെച്ചേക്കണം. 1947 ജൂലൈ 22. നിങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ പതാകയ്ക്കൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? അംഗീകാരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ പതാകയ്ക്ക് അംഗീകാരം കിട്ടുന്നത് എന്നാണ്? സ്വാതന്ത്ര്യത്തിനൊക്കെ മുന്നെയാണ്. ഓഗസ്റ്റ് 15-നൊക്കെ മുന്നേ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. 1947 ജൂലൈ 22-നാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ദേശീയ പതാകയ്ക്ക് അംഗീകാരം കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ദേശീയ ഗാനത്തെ അംഗീകരിച്ച തീയതി. ദേശീയ ഗാനം നമുക്കറിയാം. ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ് അല്ലെ. നമ്മുടെ ദേശീയ ഗാനത്തിന് അംഗീകാരം ലഭിച്ചത് എന്നാണ്? അത് 1950 ജനുവരി 24-നാണ്. എന്നാണ്? 1950 ജനുവരി 24. ജനുവരി 24 കേട്ടോ. 1950 ജനുവരി 24 ഭരണഘടന നിലവിൽ വരുന്നതിന് 2 ദിവസം മുന്നേ 1950 ജനുവരി 24-നാണ് നമ്മുടെ ദേശീയ ഗാനവും അതുപോലെ തന്നെ ദേശീയ ഗീതത്തിനും ഒക്കെ അംഗീകാരം കിട്ടുന്നത്. രണ്ടും ഒരേ ദിവസം തന്നെയാണ്. ഓർത്തു വെച്ചേക്കുക. നമ്മുടെ ദേശീയ ഗീതമായാലും ദേശീയ ഗാനമായാലും, ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ദേശീയ ഗീതം ഏതാണ്? വന്ദേമാതരം. ഇതിന് രണ്ടിനും അംഗീകാരം കിട്ടുന്നത് എന്നാണ്? 1950 ജനുവരി 24. മാറരുത്. 1950 ജനുവരി 24. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ആദ്യത്തെ ഇടക്കാല അധ്യക്ഷനാര്? അല്ലെ, താൽക്കാലികമായിട്ട് അധ്യക്ഷനായിട്ടുള്ളത് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. നമ്മൾ മുന്നേ പറഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്? ഏത് ഭാഗത്തായിരുന്നു മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്? ഭാഗം 3-ലാണ് അല്ലെ. ഭാഗം 3-ലാണ്. ഭാഗം 2 എന്തായിരുന്നു? ഭാഗം 2 പൗരത്വമാണ് അല്ലെ. പൗരത്വത്തെ കുറിച്ച് പറയുന്നത് ഭാഗം 2-ലാണ്. എന്നാൽ ഭാഗം 3-ലാണ് എന്തിനെ പറ്റി പറയുന്നത്? മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. മാറരുത്. ഭാഗം 2 എന്താണ്? പൗരത്വം. പൗരത്വം ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ സിലബസിൽ ഇങ്ങനെ പൗരത്വം എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് തവണ ഇങ്ങനെ ചോദിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓർത്തു വെക്കുക. ഭരണഘടനയുടെ ഭാഗം 2-ലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ. ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ. മാറരുതേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് അല്ലെ. നമുക്കറിയാം മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ. മൗലികാവകാശ ലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ആരാണ് ഇടപെടുന്നത്? സുപ്രീം കോടതിയാണ്. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായിട്ട് ആരെ പറയുന്നത്? സുപ്രീം കോടതിയെ പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഏതാണ്? നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എത്രയായിരുന്നു? 7 മൗലിക അവകാശങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 6 ആണ്. കാരണം എന്താണ്? സ്വത്തവകാശം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം 7 മൗലിക അവകാശങ്ങളാണെങ്കിൽ ഇപ്പൊ എത്രയുള്ളൂ? 6 മൗലിക അവകാശങ്ങളാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
നിയമത്തിന് മുന്നിലെ സമത്വം ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? ഏതിലായിരുന്നു നിയമത്തിന് മുന്നിലെ സമത്വവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അപ്പൊ സമത്വത്തിനുള്ള അവകാശം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 14 മുതൽ 18 വരെ എന്താണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ? സമത്വത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം 19 മുതൽ 22 വരെ എന്തായിരുന്നു? സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന 23, 24 എന്തായിരുന്നു? ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നു. പിന്നീട് വരുന്ന 25 മുതൽ 28 വരെ വരുന്നതാണ് ഏത്? മത സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അവകാശങ്ങളെ പറ്റി പറയുന്നത്. എത്രയാണ്? 25 മുതൽ 28 വരെയാണ്. പിന്നീട് വരുന്ന 29ഉം 30ഉം എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ 32 എന്താണ്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം അഥവാ റിട്ടുകളെ പറ്റി പറയുന്നത് ഏതാണ്? 32 ആണ്. ഇത് കറക്റ്റ് പഠിച്ചു വെച്ചേക്കണം. സ്ഥിരം ചോദ്യമാണ്. എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പാണ്. ഓർത്തു വെച്ചേക്കാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ്? സമത്വം. പിന്നീട് വരുന്ന 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യം. പിന്നെ വരുന്ന രണ്ടെണ്ണം 23ഉം 24ഉം അല്ലെ? 23 അടിമത്തം, 24 ബാലവേല. ഇത് രണ്ടും എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റിയാ പറയുന്നത്. ഓക്കെ, അതിനുശേഷം 25 മുതൽ 28 വരെ വരുന്നത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റിയാ പറയുന്നത്. പിന്നെ വരുന്ന 29ഉം 30ഉം ആണെങ്കിൽ അതെന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റി പറയുന്നു. ദെൻ ലാസ്റ്റ് വൺ 32 എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? റിട്ടുകൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? നിയമത്തിന് മുന്നിലെ സമത്വം എന്ന് പറയുന്നത് ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14ലാണ്. ഏതിലാണ്? ആർട്ടിക്കിൾ 14ലാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഏതായിരുന്നു സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സ്ഥാനപ്പേരുകളുമായി ബന്ധപ്പെട്ട്, അത് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ്? ഏതിലാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 21 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യപ്പെടാത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതാണത്? അത് 21 അതുപോലെ തന്നെ 20ഉം 21ഉം ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും അതിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നതല്ല. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ്? 20ഉം 21ഉം. അതിലെ ആർട്ടിക്കിൾ 21 എന്തിനെ കുറിച്ച് പറയുന്നത്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതിലാണത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A അല്ലെ? ആർട്ടിക്കിൾ 21A എന്തിനെ പറ്റി പറയുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. ഇതിൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നായിരുന്നു? അത് 2009ലാണ്. 2009ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത്. അതിൻ പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്നാ? 2010 ഏപ്രിൽ 1 ആണ്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചേക്കണം. ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21A ഏതാണ്? ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. നമുക്കറിയാം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. എത്ര വയസ്സാണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വർഷം ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഭേദഗതി വേണമെങ്കിലും ചോദിക്കാം. 86ാം ഭേദഗതിയാണ്. വർഷം നോക്കുകയാണെങ്കിൽ 2002. ഓക്കെ, 86ാം ഭേദഗതി പ്രകാരം 2002 ഈ ഭേദഗതി പ്രകാരമാണ് 21A കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതും അതിന്റെ കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത്? ഏതാണത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ്?
വിദ്യാഭ്യാസ മൗലിക അവകാശമായത്? 86-ാം ഭേദഗതി അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു 86-ാം ഭേദഗതി. വർഷം എന്നാണ്? 2002. ഓക്കെ, 86-ാം ഭേദഗതിയിലൂടെയാണ് ഏത് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ടുള്ളത്. അതിൻ പ്രകാരമാണ് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? നമ്മളിപ്പോ മുന്നേ പറഞ്ഞു 2009 അല്ലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. നിലവിൽ വന്നത് പറയുമ്പോൾ 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2009 ആണ് കേട്ടോ. 2009 പാർലമെന്റ് അത് പാസ്സാക്കുന്നത്. നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 ഏപ്രിൽ 1 കേട്ടോ, ഏപ്രിൽ 1. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അടിമത്തം നിരോധനം ഏത് അനുച്ഛേദത്തിലാണ്? നമ്മൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 2 ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണത്? 23ഉം 24ഉം. അതിൽ 23 എന്ന് പറഞ്ഞാൽ എന്താ? അടിമത്തത്തെ കുറിച്ചാണ് പറയുന്നത്. 24 എന്തിനെ പറ്റിയാ പറയുന്നത്? ബാലവേല. ബാലവേല മാറരുതേ, ബാലവേല 4ആയിട്ട് കണക്ട് ചെയ്താൽ മതി. 4 വേല. അപ്പൊ 23 അടിമത്ത നിരോധനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 24 എന്തിനെ പറ്റിയാ പറയുന്നത്? ബാലവേലയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അടിമത്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 23. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദങ്ങൾക്കിടയിലാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മൾ മുന്നേ പറഞ്ഞു. ഏതായിരുന്നു? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തിനെ പറ്റിയാ പറയുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. 25 മുതൽ 28 വരെയാണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഏത് അനുച്ഛേദത്തിലാണ്? ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം അതെന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 29, 30 എന്തിനെ പറ്റിയാ പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ അവരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 29 to 30. ഇതാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം അതെന്താണ്? റിട്ടുകളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഏതാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്തെന്ന് പറയുന്നത്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഹൈക്കോടതി ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്? 226. മാറരുതേ. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 226 ആർട്ടിക്കിൾ പ്രകാരമാണ്. ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണത്? ആർട്ടിക്കിൾ 226. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഏതാണത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നൊക്കെ പറയുന്ന റിട്ട് ചോദിച്ചുള്ളത് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഏതാണ്? ശരീരം ഹാജരാക്കുക, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഭരണഘടനയുടെ ഭാഗം നോക്കിയാൽ ഭാഗം 4A ആണ്. ഭരണഘടനയുടെ ഭാഗം 4A എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതേതാണ്? 51A ആണ്. എത്രയാണ്? 51A ആണ്. ഓക്കെ, ഇനി നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രണ്ണാണുള്ളത്? എത്രണ്ണമുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് എന്നും കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങള്, മൗലിക കർത്തവ്യങ്ങള് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 4A. ഇനി ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചാലോ അത് 51A ആണ്. 51A ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തു വെച്ചേക്കാം. നിലവില് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്രണ്ണം ഉണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് കേട്ടോ. ഓക്കെ,
ഇനി ഇത് മൗലിക കർത്തവ്യങ്ങളൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ചോദിച്ചാൽ അത് ഏതാണ്? 42ാം ഭേദഗതിയാണ്. എത്രയാണ്? 42ാം ഭേദഗതി. 42ാം ഭേദഗതി വർഷം എന്നാ? 1976. 1976 42ാം ഭേദഗതി. ഇതിൻ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങള് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 4A ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A. നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ ഉണ്ട് ചോദിച്ചാൽ എത്രയാണ്? 11 മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭേദഗതി നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഏതാണത്? 42ാം ഭേദഗതി. ഇനി മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഏത് കമ്മിറ്റി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങള് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അതേതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓർത്തു വെച്ചേക്ക, സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ എന്തിൽ ഉൾപ്പെടുത്തിയത്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? എന്നാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നായിരുന്നു ഓർമ്മയുണ്ടോ? എന്നാണത്? 1993 സെപ്റ്റംബർ 28 അല്ലെ? മൗലിക മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28. ഈ പറയുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള കമ്മീഷനാണ് ഏത്? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12. എന്നാണ്? ഒക്ടോബർ 12. പഠിച്ചു വെച്ചേക്ക, 1 മാർക്കാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. മാസവും ഡേറ്റും പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 28. ഇതിൻ പ്രകാരം മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? 1993 തന്നെ ഒക്ടോബർ 12. ഓക്കെ, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ 12. ഒക്ടോബർ 12 എന്ത് രൂപീകരിച്ചു? മനുഷ്യാവകാശ കമ്മീഷന് രൂപീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ഡൽഹിയാണ് അല്ലെ? ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് ഡിസംബർ 10. ഒക്ടോബർ 12 മാറി എഴുതി പോകരുത്. ഒക്ടോബർ 12 നിലവിൽ വന്നതാണ്, കമ്മീഷൻ നിലവിൽ വന്നതാണ്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഡിസംബർ 10. എന്നാണ്? ഡിസംബർ 10. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാന് ആരാണ്? ആദ്യ ചെയർമാൻ ആയിട്ട് വന്നത് രംഗനാഥ മിശ്രയാണ് അല്ലെ? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? വെങ്കിട ചെല്ലയ്യ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യക്തിയാണ് ആര്? JS വർമ്മ എന്ന് പറയുന്നത്. KG ബാലകൃഷ്ണൻ ആരാണ്? കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളിയാണ് ആര്? KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. രണ്ടാമത്തെ ആള് ആരാണെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടണം. അതാരാണ്? വെങ്കിട ചെല്ലയ്യാണ്. മൂന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? JS വർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ മലയാളി ആയത് ആരാണെന്ന് ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1993. ഇനി സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ, നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാല് ഈ 3 എന്ത് ചെയ്താൽ മതി? 8 ആക്കിയാൽ മതി. 3 8 ആക്കുക, 1998. അപ്പൊ കേന്ദ്രത്തിലാണെങ്കിൽ 1993, സംസ്ഥാനം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണെന്ന് ചോദിച്ചാൽ 1998 ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്നത്. മനസ്സിലാക്കണം, ഇവിടെ സംസ്ഥാനമാണ് പറയുന്നത്. സംസ്ഥാനത്തിലായി കഴിഞ്ഞാൽ അവിടെ ആരാണ് നിയമിക്കുക? ഗവർണർ ആണ്. കേന്ദ്രത്തിലാണെങ്കിൽ അത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. എന്നാൽ സംസ്ഥാനങ്ങളിലോട്ടേക്ക് വരുമ്പോൾ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ ആയിരിക്കും എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം.
എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 അല്ലെ? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. വർഷം എന്നാണ്? 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന ചോദിച്ചാൽ അതേതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് അല്ലെ? അരുണ റോയിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് അതിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്? രാജസ്ഥാൻ ആണ് കേട്ടോ. രാജസ്ഥാൻ ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ എത്ര അധ്യായങ്ങളാണുള്ളത്? 6 അധ്യായങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമത്തില് 6 അധ്യായങ്ങളും അതുപോലെ തന്നെ 31 വകുപ്പുകളും 2 ഷെഡ്യൂൾ അല്ലെങ്കിൽ 2 പട്ടികകളാണ് ഉള്ളത്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വിവരാവകാശ നിയമത്തില് 6 അധ്യായങ്ങള്, 31 വകുപ്പുകൾ അഥവാ 31 സെക്ഷനുകള്, 2 ഷെഡ്യൂളുകൾ അഥവാ 2 പട്ടികകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വിവരാവകാശ നിയമത്തില് എത്ര അധ്യായങ്ങൾ എന്ന് ചോദിച്ചാൽ എത്രയാണ്? 6 അധ്യായങ്ങള്. 6 അധ്യായങ്ങള്. വകുപ്പാണെങ്കിൽ 31 വകുപ്പ്. പിന്നെന്താണുള്ളത്? ഷെഡ്യൂള് അല്ലെങ്കിൽ പട്ടിക എന്ന് പറയും. എത്ര ഉണ്ട്? അത് 2 എണ്ണമാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് ആയിട്ട് കൊടുക്കുന്നത് എത്രയാണ് വരുന്നത്? 10 രൂപയാണ് അല്ലെ? 10 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് വരുന്നത്. BPL കാർക്ക് എന്തില്ല? ഫീസ് വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ അപേക്ഷയ്ക്ക് സാധാരണ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്? വിവരാവകാശം നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ സാധാരണ നോക്കിയാൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി ലഭിക്കുക? എത്ര ദിവസമാണ്? 30 ദിവസമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപേക്ഷ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാം? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആണെങ്കിൽ 30 ദിവസം കൊണ്ടും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്? 35 ദിവസം കൊണ്ടായിരിക്കും മറുപടി നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന അപേക്ഷകൾക്ക് എത്ര സമയത്തിനുള്ളിൽ മറുപടി ലഭിക്കണം? അതായത് ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അതിന്റെ റിപ്ലൈ കിട്ടണം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 48 മണിക്കൂറാണ് കേട്ടോ. അപ്പം ഓപ്ഷനിൽ ചിലപ്പോൾ 24 മണിക്കൂർ കാണുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്. 48 മണിക്കൂറാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അതായത് ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന അപേക്ഷകൾക്ക് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ അതിന്റെ മറുപടി അല്ലെങ്കിൽ അത് അപേക്ഷിച്ചു കഴിഞ്ഞാൽ മറുപടി ലഭിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 48 മണിക്കൂർ. 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിന്റെ പേരിൽ എന്ത് കിട്ടണം? റിപ്ലൈ കിട്ടിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ് കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ 2:3 എന്ന് കാണുമ്പോൾ അറിയാതെ പോയി കറുപ്പിക്കരുത്. 2:3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം ചോദിക്കുകയാണെങ്കിൽ 2:3 ആണ്. നമുക്കറിയാം നീളാണ് കൂടുതൽ ഉള്ളത് അല്ലെ? അപ്പൊ നീളായിരിക്കണം വലിയ സംഖ്യ. അപ്പൊ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? 3:2 ആണ് കേട്ടോ. മാറരുത്, 3:2 ആണ്. ഒരു വർഷം പരീക്ഷയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 2:3 എന്ന് കൊടുക്കണം. അപ്പൊ ചോദ്യം മനസ്സിലാക്കിയിട്ട് ആൻസറിൽ കൊടുക്കാം. ഇനി അടുത്തത്. നമ്മുടെ അശോക ചക്രത്തില് അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 അരക്കാലുകളാണ് ഉള്ളത് അല്ലെ? നമുക്ക് അറിയുന്നതാണ്. അരക്കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 24 അരക്കാലുകളാണ് അശോക ചക്രത്തിലുള്ള അരക്കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പതാകയുടെ നിറങ്ങൾക്ക് അർത്ഥതലങ്ങൾ നൽകിയതാര്? ഓക്കെ, അതായത് നമ്മുടെ ദേശീയ പതാക ആരാണ് രൂപകൽപ്പന ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അതാരാണ്? പിംഗലി വെങ്കയ്യ ആണ് അല്ലെ? പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അംഗീകരിച്ച വർഷം എന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തെ അംഗീകരിച്ചത്? വർഷം എന്നായിരുന്നു? 1950 ആണ് അല്ലെ? 1950 ജനുവരി 26 നമ്മുടെ ദേശീയ ചിഹ്നത്തെ എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? സിംഹമുദ്രയാണ് അല്ലെ? സിംഹമുദ്ര എവിടുന്നാണ് എടുത്തിട്ടുള്ളത്?
സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഈ ഒരു സിംഹമുദ്ര ആരാണ് എന്താ പറയാ രൂപകൽപ്പന ചെയ്തത് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ദീനാനാഥ് ഭട്ടാചാര്യാണ് ട്ടോ. ഭട്ടാചാര്യ അദ്ദേഹമാണ് നമ്മുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അംഗീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 അത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനാനാഥ് ഭട്ടാചാര്യയാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ചിഹ്നത്തിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ എന്താണ്? സിംഹമുദ്രയാണ്. അതിന് താഴെയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ സത്യമേവ ജയതേ എന്ന് പറയുന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ട്ടോ. ഏതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഏതെടുത്തിട്ടുള്ളത്? സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ ഒരു വാക്യം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? മാറിപ്പോകരുത് ട്ടോ. ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ ജനഗണമനയാണ്. അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്ത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് ഏത് രചിച്ചിട്ടുള്ളത്? നമ്മുടെ ദേശീയ ഗാനം. അതുപോലെ തന്നെ ദേശീയ ഗീതവും ബംഗാളി ഭാഷയിൽ തന്നെയാണ് രചിച്ചിട്ടുള്ളത് ട്ടോ. അപ്പൊ ദേശീയ ഗാനം തയ്യാറാക്കിയത് ആരാണ്? അത് ടാഗോർ ആണ്. ബംഗാളി ഭാഷയിലാണെന്നും കൂടി അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര സമയം വേണം ദേശീയ ഗാനം ആലപിക്കാനായിട്ട്? എത്രയാണ്? 52 സെക്കൻഡ് ആണ് ട്ടോ. 52 സെക്കൻഡ് സമയം വേണം. എന്തിനു വേണ്ടിയിട്ടാ? ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുമ്പോൾ അതെന്താണ്? വന്ദേ മാതരമാണ് ട്ടോ. മാറരുത്. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ഈ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ഞാൻ പറഞ്ഞു ബംഗാളി ഭാഷയിൽ തന്നെയാണ് നമ്മുടെ ദേശീയ ഗാനവും അതുപോലെ തന്നെ ദേശീയ ഗീതവും ഒക്കെ രചിച്ചിട്ടുള്ളത്. ദേശീയ ഗാനമാണെങ്കിൽ ടാഗോറും ദേശീയ ഗീതമാണെങ്കിൽ അതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചിട്ടുള്ളത്. രണ്ടും ബംഗാളി ഭാഷയാണ്. ഇനി ഈ പറയുന്ന ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഈ പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ആനന്ദമഠം എന്ന് പറയുന്ന നോവല്. അതായത് ആനന്ദമഠം എന്ന് പറയുന്നത് എന്താണ്? ഒരു നോവലാണ്. ആ നോവലിൽ നിന്നാണ് ഏതെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ആനന്ദമഠത്തിന്റെ പ്രമേയം എന്ത് എന്നൊക്കെ ചോദ്യങ്ങളിൽ വരാറുണ്ട്. പ്രമേയം എന്താണ്? സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന് പറയുന്ന സന്യാസി കലാപം. ഓക്കെ, അതായത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണ്? സന്യാസി കലാപമാണ്. ഈ പറയുന്ന ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏത്? വന്ദേ മാതരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ഏതാണത്? ശകവർഷമാണ് അല്ലെ. ശകവർഷമാണ് നമ്മുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത്. ശകവർഷത്തെ എന്നാ അംഗീകരിക്കുന്നത്? 1957 മാർച്ച് 22 ട്ടോ. 1957 മാർച്ച് 22 ഭരണഘടന നമ്മുടെ ദേശീയ കലണ്ടർ ആയിട്ട് ശകവർഷത്തെ അംഗീകരിക്കുന്നത്. എന്നാണ്? 1957 ആണ്. 57 മാർച്ച് 22. 1957 മാർച്ച് 22 ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയിട്ട് ശകവർഷത്തെ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഞാൻ മുന്നേ പറഞ്ഞു. ആരായിരുന്നു അത്? ദീനാനാഥ് അല്ലെ. ദീനാനാഥാണ്. ഓപ്ഷൻ ബി ആണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? വിദേശ മണ്ണില് നമ്മുടെ ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മാഡം ഡിക്കാജി ഗാമയാണ് അല്ലെ. ജർമ്മനിയിലെ സ്റ്റുഗർട്ടിലാണ് ആദ്യമായിട്ട് നമ്മുടെ പതാക ഉയർത്തുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്? ഏതിലാണ്? 1911 കൊൽക്കത്ത സെക്ഷൻ ആണ് അല്ലെ. INC-യുടെ 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയത് ആരാണ്? ദേശീയ ഗീതം എന്ന് പറയുമ്പം ഏതാണത്? വന്ദേ മാതരമാണ്. ഈ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ആരാ വരുന്നത്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് കേട്ടോ. ജാദുനാഥ് ഭട്ടാചാര്യയാണ് ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശീയ ഗാനം ഉണ്ടല്ലോ, ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. മാറരുത്. ദേശീയ ഗീതത്തിനാണെങ്കിൽ അതാരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ദേശീയ ഗാനത്തിനാണെങ്കിൽ അതാരാണ്? രാം സിംഗ് താക്കൂർ. ദേശീയ ഗാനമാണെങ്കിൽ രാം സിംഗ് താക്കൂർ ആണ് അതിന് സംഗീതം കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ചിഹ്നത്തില് ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതൊക്കെ മൃഗങ്ങളാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിലുള്ളത്? സിംഹം ഉണ്ട്, അതുപോലെ തന്നെ കാളയുണ്ട്, കുതിരയുണ്ട് അല്ലെ. ആരാണ് ഇല്ലാത്തത്? കടുവയാണ്. കടുവയാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ ഇല്ലാത്ത മൃഗമായിട്ട് പറയുന്നത്. സിംഹവും കാളയും കുതിരയും ഒക്കെ എന്തിലുണ്ട്? നമ്മുടെ ദേശീയ ചിഹ്നത്തിലുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ യൂണിയൻ പവർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ആരാണ് യൂണിയൻ പവർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? ആരാണ്? നെഹ്റു ആണ് അല്ലെ. നെഹ്റു ആണ് യൂണിയൻ പവർ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഇതിന്റെ ഒക്കെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് നിലവിൽ വന്നത്? 1947 ഓഗസ്റ്റ് 29 എന്നാണ്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ആരാണ് ഇതിന്റെ ചെയർമാന്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ മൗലികാവകാശ കമ്മിറ്റി ആരുടേതാണ്? അല്ലെങ്കിൽ ആരാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? പട്ടേൽ ആണ് അല്ലെ. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആണ് മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ് അതിന്റെ ചെയർമാന്? അത് രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. രാജേന്ദ്ര പ്രസാദ് ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതൊന്നും അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റഷ്യയിൽ നിന്ന് കടമെടുത്ത ആശയം ഏത്? റഷ്യയിൽ നിന്ന് കടമെടുത്ത ആശയം ഏതാണ് വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതില് റഷ്യയിൽ നിന്ന് മൗലിക കടമകളാണ് അല്ലെ. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. എന്നാൽ മൗലിക കടമകൾ, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി ഇതൊക്കെ എവിടുന്നാണ് എടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക അവകാശമാണെങ്കിലോ അത് അമേരിക്കയാണ്. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് എവിടുന്നാണ്? ഓസ്ട്രേലിയ ആണ് അല്ലെ. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത്. പിന്നെ ഏക പൗരത്വം എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ് ഏത് കടമെടുത്തിട്ടുള്ളത്? നമ്മുടെ ഏക പൗരത്വം കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, മാറിപ്പോകാതെ പഠിക്കുക. മൗലിക അവകാശമാണെങ്കിൽ അമേരിക്കയിൽ നിന്നും, മൗലിക കടമകളാണെങ്കിൽ അത് എവിടുന്നാണ്? നമ്മുടെ റഷ്യയിൽ നിന്നാണ്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയും എവിടുന്നാണ്? പഞ്ചവത്സര പദ്ധതിയും റഷ്യയിൽ നിന്നാണ് വരുന്നത്. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിലോ അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? എവിടെ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്? ഫ്രാൻസ് ആണ് അല്ലെ. ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒറ്റ സെക്കൻഡ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതാരായിരുന്നു? പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ് ആണല്ലേ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ കീ നോട്ട് ആണെന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചത് ആരാണ്? പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് അതാരാണ്? തിരിച്ചറിയൽ കാർഡ് ആണെന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ.എ. പൽക്കിവാലയാണ്. എൻ.എ. പൽക്കിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? എത്ര തവണയാണ്? ഒരേ ഒരു തവണയാണ് അല്ലെ. ഒരേ ഒരു തവണ മാത്രമാണ്. ഏതാണ്? 1976 42ാം ഭേദഗതിയിലൂടെയാണ് ആമുഖം എന്ത് ചെയ്യുന്നത്? ഭേദഗതി ചെയ്യുന്നത്. അപ്പൊ എത്ര തവണയാണ്? ഒറ്റ തവണ മാത്രമാണ് ഭരണഘടനയിൽ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്തു വെച്ചേക്കാം. ഏതാണ് വർഷം? ഭേദഗതി ചെയ്ത വർഷം 76 ആണ്. 1976. എത്രയാണ്? 1976 42ാം ഭേദഗതി. ഇനി 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകള് ഏതാണത്? ഏതായിരുന്നു കൂട്ടിച്ചേർത്തത്? സോഷ്യലിസവും മതേതരത്വമാണ് അല്ലെ. സോഷ്യലിസവും മതേതരത്വമാണ് ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണത്? ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ചോദിച്ചാൽ അത് ഏതാണ്? 1949 നവംബർ 26 ആണ്. നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തില് ഒരേ ഒരു ഡേറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 ആ ഒരു ഡേറ്റ് ആണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ആമുഖത്തില് രാജ്യത്തിന്റെ ഐക്യം എന്നതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പദമുണ്ട്. ഏതാണത്? ഈ ഭേദഗതി പ്രകാരം ഐക്യവും അഖണ്ഡതയുമാണ് അല്ലെ. ഓർത്തു വെച്ചേക്കണേ. അതായത് നമ്മുടെ ആമുഖത്തില് രാജ്യത്തിന്റെ ഐക്യം എന്നതിന്റെ കൂടെ തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്കുകളോടെയാണ്? എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം എന്ന് പറയുന്ന സംവിധാനം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിപ്പബ്ലിക് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താ? റിപ്പബ്ലിക് ആണ്. കാരണം എന്താണ്? ഇവിടെ നമുക്കൊരു രാഷ്ട്രപതി ഉണ്ട്. അതായത് ഇന്ത്യയിലെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. എന്താണ്? റിപ്പബ്ലിക്. ഒന്ന് ഓർത്തു വെച്ചേക്കാട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്ന് പറയുന്നത് എങ്ങനെയുള്ള പൗരത്വമാണ്? ഏക പൗരത്വമാണ് അല്ലെ. നമുക്ക് ഒറ്റ പൗരത്വേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യുന്നത് ഒറ്റ പൗരത്വമാണ്. ഇരട്ട പൗരത്വമല്ല, ഒറ്റ പൗരത്വമാണെന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയ വർഷം ചോദിച്ചാൽ അത് എന്നാണ്? 1955 ആണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയത് 1955 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എത്ര രീതിയിൽ പൗരത്വം ലഭിക്കാം എന്ന് ചോദിച്ചാൽ എത്ര രീതിയിലാണ്? 5 രീതിയിലാണ്. നമുക്ക് നമ്മുടെ സിലബസിൽ പൗരത്വം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സിലബസിൽ നിന്നല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നോക്കി പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എത്ര രീതിയിൽ പൗരത്വം ലഭിക്കാം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 5 രീതിയിൽ നമുക്ക് പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ നഷ്ടപ്പെടുത്താം എന്ന് ചോദിച്ചാലോ അത് 3 രീതിയിലാണ്. അതായത് 5 രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 3 രീതിയിൽ അത് നഷ്ടപ്പെടുത്താനായിട്ടും പറ്റും എന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടാത്ത ലക്ഷ്യം ഏത്? നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതാണ് ഇത്. നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിൽ വരാത്തത് ഇതാണ്. അപ്പൊ നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലക്ഷ്യങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ഇനി രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്ന് വ്യക്തമാക്കുന്ന ആമുഖത്തിലെ ആശയം ഏത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അതിനെയാണ് നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് ഇന്ന മതം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഔദ്യോഗിക മതമില്ല. ആ ഒരു ഔദ്യോഗിക മതമില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ആശയമാണ് ഇത്
മതേതരത്വം എന്ന് പറയുന്നത്. അപ്പൊ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു മതമില്ല. ഏതൊരു പൗരനും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിലും നമ്മുടെ രാജ്യത്തിന് ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക മതമില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മതേതരത്വം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.